നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മഞ്ചാടിക്കും ചിലപ്പോ തെറ്റുപറ്റിക്കൂടെ അച്ഛാ? അന്ന് അവള് ജീവൻ രാജിന്റെ കൂടെ പോകുന്ന കാര്യം അച്ഛനോട് പോലും മറച്ചു വെച്ചില്ലേ? യാത്രയുടെ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയപ്പോഴാ ജീവൻ അവളെ റെസ്റ്റ് ചെയ്യാൻ ഹോട്ടലിൽ കൊണ്ടുപോയതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ യാദൃശ്ചികമായി എത്തിയ അവരെ അതേ ഹോട്ടലിലെ സ്റ്റാഫായ ഗോകുൽ ആക്രമിക്കാൻ ശ്രമിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? നിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആരൊക്കെയാ? ആ ജീവൻ രാജു ആൻമേരിയും അടങ്ങുന്ന സീനിയേഴ്സ് അല്ലേ? അവരിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം നിനക്ക് കിട്ടും തോന്നുന്നുണ്ടോ? അച്ഛാ, ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞുപോയി. അച്ഛനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താ പോരെ? നിർത്ത്, ഒതുക്ക്. സാറേ, ആളിതിലുണ്ട്. അനന്തം മാഷല്ലേ? അതെ സാർ. എന്താ? മാഷ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ പ്രശ്നം? പറയാം. മാഷിനെതിരെ ഒരു ചെക്ക് കൊടുത്ത് വഞ്ചിച്ചു എന്നൊരു കേസുണ്ട്. എന്റെ മരുമകന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു 15 ലക്ഷം രൂപ ഒരു കമ്പനിക്ക് കൊടുക്കാനുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ പേരിലുള്ളൊരു ചെക്ക് ഞാൻ കൊടുത്തിരുന്നു. അതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് മാഷെ. സാർ, അത് ആ കടം തീർക്കാൻ എന്റെ വീട് പണയം വെക്കാൻ വേണ്ടി പോവാ ഞാൻ. ഇത് വീടിന്റെ പ്രമാണോ? 2 ദിവസത്തെ സാവകാശം കൂടി എനിക്ക് തരണം. ഈ പ്രമാണം ഒന്ന് പണയം വെക്കേണ്ട താമസം. എത്ര പൈസ? എന്താ സാർ, എന്താ പ്രശ്നം? സാറിന് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് അടുപ്പുള്ളവരാ. 3 തവണ ചെക്ക് ബൗൺസായ കേസാ. നേരത്തെ കിട്ടിയ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോഴാ പരാതിക്കാരൻ തന്നെ വന്ന് പ്രതിയുടെ വിവരം നൽകിയത്. കസ്റ്റഡിയിൽ എടുക്കാതെ പറ്റില്ല സാർ. നമുക്ക് അയാൾക്ക് ഇപ്പൊ തന്നെ പണം നൽകി ഈ കേസ് കോംപ്രമൈസ് ചെയ്യാം. അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു. മാഷിന് ഞാൻ എന്റെ വണ്ടിയിൽ സ്റ്റേഷനിലെത്തിക്കാം. അത് വേണ്ട. നിയമം അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ദേവിയത് എന്നെ ഇങ്ങനെ വഴിയിൽ നിർത്തി വിചാരണ ചെയ്യരുത്. മാഷിന് സച്ചി സാറിന്റെ വണ്ടിയിൽ പോവാം. എന്തിന്? നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പണമുള്ളവർക്ക് പ്രൈവറ്റ് വാഹനം, അല്ലാത്തവർക്കൊക്കെ പോലീസ് വാഹനം. ആ നിലപാടൊന്നും ശരിയല്ല. ഒരു റിട്ടയർഡ് അധ്യാപകനായ എന്നെ നിങ്ങൾക്കിങ്ങനെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി വഴിയിൽ നിർത്താമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഇദ്ദേഹത്തെ വണ്ടി കയറ്റ്. ശരി സാർ. വാ മാഷേ.